എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 67ഉം 68ഉം ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ഈ രണ്ട് ശ്ലോകങ്ങളിൽ ആദ്യത്തേതിൽ 67ാമത്തേതിൽ ഇന്ദ്രവജ്രവൃത്തവും 68ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു, വിദർഭരാജ്യത്തിലേക്ക് ശ്രീകൃഷ്ണനും ബലരാമനും വന്നു. അവരെ കാണാൻ വേണ്ടിയിട്ട് ഭീഷ്മക മഹാരാജാവ് വന്നു എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് അവർ തമ്മിലുള്ളതായ സംഭാഷണം നടക്കുകയാണ്. ശ്രീകൃഷ്ണൻ എന്താണ് ഭീഷ്മകനോട് പറഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ തുടങ്ങുന്നത്. നമുക്ക് 67ാമത്തെ ശ്ലോകം നോക്കാം. അസ്മാകമസ്യാഗമനസ്യ രാജൻ ഹേതുർഭവദ്ദർശനമേതദേവ സദ്ദർശനം ദുഷ്കൃതമാശു ഹൃത്വാ ശർമാണി പുഷ്ണാതി ശരീരഭാജാം. വളരെ ലളിതമായിട്ടുള്ള എളുപ്പത്തിൽ അർത്ഥം പറയാവുന്ന ഒരു ശ്ലോകമാണ്. ആദ്യം പദച്ഛേദം പറയാം. അസ്മാകം അസ്യ ആഗമനസ്യ രാജൻ ഹേതു ഭവദ്ദർശനം ഏതത് ഏവ സദ്ദർശനം ദുഷ്കൃതം ആശു ഹൃത്വാ ശർമാണി പുഷ്ണാതി ശരീരഭാജാം. ശ്രീകൃഷ്ണൻ മഹാരാജാവിനോട് പറയാണ്, ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ, അത്ര അസ്മാകം ആഗമനസ്യ ഹേതു, അത്ര ഇവിടേക്ക്, ഈ വിദർഭരാജ്യത്തിലേക്ക്, അസ്മാകം ഞങ്ങളുടെ എല്ലാവരുടെയും, അല്ലെങ്കിൽ എൻ്റെ, ഏതർത്ഥത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല, ശ്രീകൃഷ്ണനും ബലരാമനും സൈന്യങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എന്ന് ബഹുവചനത്തിൽ പറയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നും പറയാം. ഞങ്ങളുടെ വരവ്, ആഗമനസ്യ വരവിൻ്റെ കാരണം, ഹേതു അതെന്താണ്, ഏതത് ഹേതു ഏതത് ഭവദ്ദർശനമേവ, ഇപ്പോൾ സംഭവിച്ചതായ അങ്ങുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ, അങ്ങയെ കാണുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശ്യം. തങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം, ഈ ദ്വാരകയിൽ നിന്ന് വിദർഭത്തിലേക്ക് വന്നതിന് ഉദ്ദേശം വേറെ ഒന്നുമില്ല എന്ന് തീർത്ത് പറയുകയാണ് ശ്രീകൃഷ്ണൻ. അതിനെ അറിഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. ഏറ്റവും സന്തോഷമുള്ള കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്കൊരു ടെൻഡൻസി ഉണ്ടാവും കുറച്ച് ആൾക്കാരോടെങ്കിലും, തന്നോട് അനുഭാവമുള്ളവരോടെങ്കിലും പറയാമെന്ന്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അവിടെ ഒരു യുദ്ധത്തിനുള്ള വകുപ്പുണ്ടാവും എന്നുള്ളത് ശ്രീകൃഷ്ണന് നല്ലോണം അറിയണത് കൊണ്ട് തങ്ങൾ വന്നത് എന്തിനാണ് എന്ന് മാറ്റി പറയുകയാണ് ചെയ്യണത്. അസ്മാകം ആഗമനസ്യ ഹേതു ഏതത് ഭവദ്ദർശനമേവ, അങ്ങേ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. അത് ഇപ്പോൾ സംഭവിക്കുകയും ചെയ്തു, അങ്ങയെ കാണാൻ പറ്റുകയും ചെയ്തു. മാത്രമല്ല, ശരീരഭാജാം സദ്ദർശനം ആശു ദുഷ്കൃതം ഹൃത്വ ശർമാണി പുഷ്ണാതി. ഈ സജ്ജനങ്ങളുമായിട്ട് ഒരു സമ്പർക്കമുണ്ടാവുക, സജ്ജനങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ തന്നെ ശരീരഭാജാം, ശരീരം സ്വീകരിച്ചവർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്നർത്ഥം. ശരീരഭാജാം മനുഷ്യാണാം സദ്ദർശനം, സത്തുക്കളെ കാണുക, സജ്ജനങ്ങളെ കാണുക, ഭീഷ്മനെ പോലെയുള്ള നല്ല ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യരെ കാണുക എന്നുള്ളത് ആശു, അതുകൊണ്ടുള്ള പ്രയോജനം പറയാണ്. ആ ദർശനം പെട്ടെന്ന് തന്നെ ദുഷ്കൃതം ഹൃത്വ, എല്ലാ ചീത്തത്തങ്ങളെയും അവരവർ ചെയ്തു കൂട്ടിയതായ പാപങ്ങൾ, ദുഷ്കൃതങ്ങൾ, അതിനെയൊക്കെ ഹൃത്വ ഇല്ലാതെയാക്കിയിട്ട് ശർമാണി പുഷ്ണാതി, നമുക്ക് നന്മയെ ഉണ്ടാക്കി തരുന്നു, സുഖത്തെ ഉണ്ടാക്കി തരുന്നു. അപ്പോൾ അങ്ങേ പോലെയുള്ളൊരു സജ്ജനത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇപ്പോൾ കാണലൊക്കെ കഴിഞ്ഞു, സന്തോഷമായി. വന്നതിന് ഇത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ. അങ്ങനെ കാണണം എന്ന് തോന്നിയതിനൊരു കാരണം കൂടിയുണ്ട്. സജ്ജനങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ പാപങ്ങളൊക്കെ നശിക്കും, നല്ല സുഖവും സന്തോഷവും നന്മയുമൊക്കെ വർദ്ധിക്കുകയും ചെയ്യും. അവരുടെ ഒരു പാത പിന്തുടരാനുള്ളൊരു പ്രേരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് സജ്ജനങ്ങളെ കാണുക, സജ്ജന സംസർഗം ഉണ്ടാക്കുക എന്നുള്ളത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവാനും ബലരാമനും സൈന്യങ്ങളും കൂടി വന്നത് എന്ന് തൽക്കാലത്തേക്ക് ഒരു വലിയ പൊളി, ഒരു നുണ ശ്രീകൃഷ്ണൻ ഭീഷ്മക മഹാരാജാവിനോട് പറഞ്ഞു. അപ്പോൾ ഭീഷ്മകൻ എന്താണ് തോന്നിയത് എന്നുള്ളതാണ് 68ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. ഇത്യുച്യമാനഃ പരചിത്തവേദി നിശ്ചിത്യ സിദ്ധം നിജമീപ്സിതം സ അകാരയച്ഛിൽപിശതേന തസ്യ വാസം സഹസ്രാക്ഷനിവാസരമ്യം.
ഇതും വളരെ ലളിതമായിട്ടുള്ള അർത്ഥമുള്ളതായൊരു ശ്ലോകമാണ്. ആദ്യം പദച്ഛേദം പറയാം. ഇതി ഉച്യമാന പരചിത്തവേദി നിശ്ചിത്യ സിദ്ധം നിജം ഈപ്സിതം സ അകാരയത് ശില്പിശതേന തസ്യ വാസം സഹസ്രാക്ഷനിവാസരമ്യം. ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഭീഷ്മകനോട് പറഞ്ഞപ്പോൾ ഭീഷ്മകൻ എന്താണ് മനസ്സിലായത്, ഭീഷ്മകൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് ഒരു വിശേഷണം കൊണ്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി തരികയാണ് സുകുമാരകവി. ഇതി ഉച്യമാന, ഇപ്രകാരം പറയപ്പെട്ടവനായ, പറഞ്ഞവൻ ശ്രീകൃഷ്ണനാണ്, പറയപ്പെട്ടവൻ ഭീഷ്മക മഹാരാജാവാണ്. അപ്പോൾ ശ്രീകൃഷ്ണനാൽ ഇപ്രകാരം പറയപ്പെട്ടവനായ ആ രാജാവ്, ആ രാജാവിനൊരു വിശേഷണം കൊടുത്തേക്കാണ്. പരചിത്തവേദി സ, പരചിത്തവേദി, പരൻ മറ്റൊരാൾ, അയാളുടെ ചിത്തം, അയാളുടെ മനസ്സിലുള്ളതായ ആശയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നവൻ, അതായത് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവൻ, അതാണ് പരചിത്തവേദി എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ആ മഹാരാജാവ് പരചിത്തവേദി സ നിജം ഈപ്സിതം സിദ്ധം നിശ്ചിത്യ, കാര്യങ്ങളൊക്കെ ഭീഷ്മക മഹാരാജാവിന് മനസ്സിലായി. പറഞ്ഞിട്ടൊന്നും വേണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അറിയാൻ, ഇനി പറഞ്ഞിട്ടത് മോശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകളും ഉണ്ടായില്ല. ഭീഷ്മക മഹാരാജാവ് കൂടുതലായിട്ട് ശ്രീകൃഷ്ണനോടൊന്നും പറഞ്ഞുമില്ല. ശ്രീകൃഷ്ണൻ എന്തിനാണ് താൻ വന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചില്ല. അങ്ങനെ പക്ഷേ എന്താണ് മഹാരാജാവ് അവർക്കായിട്ട് ചെയ്തു കൊടുത്തതെന്ന് പറയാണ്. തൻ്റെ മനസ്സിൽ എന്താ ആദ്യം തോന്നിയതെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. നിജം ഈപ്സിതം സിദ്ധം, തൻ്റെ മോഹങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട്, അതായത് തനിക്ക് അല്ലെങ്കിൽ തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ഉള്ളതായിട്ടുള്ള ഏറ്റവും വലിയൊരു മോഹം രുക്മിണിയെ ശ്രീകൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നല്ലോ. ആ ചിത്രം കണ്ടതിന് ശേഷം രുക്മിണി വല്ലാതെ കാമപരവശയായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണനാണ് തൻ്റെ ഭർത്താവ് എന്ന് രുക്മിണി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് ഭീഷ്മക മഹാരാജാവിന് നന്നായി അറിയാം. അപ്പോൾ ഈ ഒരു സ്വയംവര സമയത്ത് ശ്രീകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതാണ് നിജം അവരവരുടേതായ ഈപ്സിതം മോഹം, സിദ്ധം അത് നടന്നു കഴിഞ്ഞു എന്ന് നിശ്ചയിച്ചിട്ട്, ഇനി പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല, നാളെ ശിശുപാലൻ വന്ന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിക്കാൻ തന്നെ ഇല്ല, തൻ്റെ മോഹങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ള ആശ്വാസത്തോടു കൂടിയിട്ട് അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ശില്പിശതേന തസ്യവാസം, ശില്പിശതം, ശില്പികളെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം പണിക്കാരെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഒരാൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നവർ, അങ്ങനെയുള്ള 100 കണക്കിന് ശില്പികളെ കൊണ്ട് തസ്യ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണസ്യ വാസം താമസിക്കാനുള്ളൊരു പ്രദേശം, സഹസ്രാക്ഷനിവാസരമ്യം അകാരയത്, വെറുതെ ഒരു കെട്ടിടം അങ്ങടും ഇങ്ങടും 2 ഓടോ ഓലയോ ചെരിച്ചു വെച്ച് പണിത് കൊടുക്കുമെന്നല്ലാണ്ടായത്, ഉണ്ടാക്കിയ കെട്ടിടത്തിന് സ്വർഗലോകത്തിലെ ഇന്ദ്രൻ്റെ നിവാസസ്ഥാനം പോലെയുള്ളതായ സൗന്ദര്യം ഉണ്ടായിരുന്നു. അതാണ് സഹസ്രാക്ഷനിവാസരമ്യം. സഹസ്രാക്ഷൻ ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ നിവാസത്തോളം, ഇന്ദ്രൻ്റെ വാസസ്ഥാനമായിട്ടുള്ള സ്വർഗലോകത്തോളം രമ്യമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു വാസസ്ഥാനം ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് പണിത് കൊടുക്കുകയും ചെയ്തു, പണിത് കൊടുപ്പിക്കുകയും ചെയ്തു. 1000 കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ശില്പികളെ കൊണ്ട്, ഈ ഗൃഹം പണിയുന്നവരെ കൊണ്ട്, തക്ഷകന്മാരെ കൊണ്ട് അല്ലെങ്കിൽ തച്ചന്മാരെ കൊണ്ട് നല്ല സുന്ദരമായിട്ടുള്ള സുഖ സൗകര്യങ്ങളോട് കൂടിയ ഒരു വാസസ്ഥാനം, താൽക്കാലികമായിട്ടാണെങ്കിലും അതിസുന്ദരമായിട്ടുള്ള സ്വർഗോപമമായിട്ടുള്ളൊരു വാസസ്ഥാനം ശ്രീകൃഷ്ണനും ബലരാമനും സൈന്യങ്ങൾക്കുമൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി പണിത് കൊടുക്കുകയും ചെയ്തു ഭീഷ്മക മഹാരാജാവ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടും കാര്യങ്ങളൊന്നും പറയാൻ്റെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയവരാണ് ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ഭീഷ്മക മഹാരാജാവും. ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭീഷ്മകന് ഒട്ടും മോശമല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പരചിത്തവേദി എന്നുള്ളൊരു വിശേഷണം രാജാവിന് കൊടുത്തത്. ഇനി നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അസ്മാഗമസ്യാഗമനസ്യ രാജൻ ഹേതുർഭവദ്ദർശനമേതദേവ സദ്ദർശനം ദുഷ്കൃതമാശു ഹൃത്വാ ശർമാണി പുഷ്ണാതി ശരീരഭാജാം ഇത്യുച്യമാനഃ പരചിത്തവേദി നിശ്ചിത്യ സിദ്ധം നിജമീപ്സിതം സ അകാരയത് ശില്പിശതേന തസ്യ
വാസം സഹസ്രാക്ഷനിവാസരമ്യം. ഇനി ആ ഒരു ഗൃഹത്തിലെ ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് സൈന്യങ്ങളും താമസിക്കാൻ പോവുകയാണ്. സുന്ദരമായിട്ടുള്ള ഗൃഹത്തിൽ താമസിച്ചു കൊണ്ടാണ് അടുത്ത ദിവസത്തെ രുക്മിണീഹരണത്തിനുള്ള പുറപ്പാടുകളൊക്കെ തുടങ്ങുന്നത്. അടുത്ത ശ്ലോകത്തിലെ ബാക്കി കാര്യങ്ങൾ വർണ്ണിക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.